ഹായ് സോ ചത്തപ്പച്ച എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു അടിപൊളി സോങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാൻസ് സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് നോക്കാം. സോ ഇതാണ് ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്. ഈ വീഡിയോ മിറേഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ലെഗ് ജസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുക. 1 2 അത്രയും കിട്ടിയില്ലേ. ഒപ്പം ഹാൻഡ്സ് റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് 1 2 ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2. ഓക്കെ, ഇത് സോങ് എന്ന് വെച്ചാൽ അടാമച്ച അങ്ങനെ സാധനമാണ്. അപ്പം അടാമച്ച. ഓക്കെ, അത്രയും കിട്ടിയില്ലേ. ഈ ലെഗ് ഇങ്ങനെ എടുത്ത് വെക്കില്ലേ, റൈറ്റ് ലെഗ് നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ഹാൻഡ് രണ്ട് ഹാൻഡും ഇവിടേക്ക് കൊണ്ടുവരണം. ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഹാൻഡ്സ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ലെഗ് എങ്ങനെ ആയിരിക്കും? ലെഗ് 1 2. അത് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഇങ്ങോട്ട് കൊണ്ടുവരണം. ലെഫ്റ്റ് ലെഗ് തന്നെ എടുത്ത് വെക്കണം. ലെഫ്റ്റിൽ നിന്ന് ഹാൻഡ്സ് റൈറ്റിലേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വരും 1. ഇത് തിരിച്ച് എടുക്കാം 2. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ. താഴെ ഒരു നോക്കാം. റെഡി 1 2 3 4. അടാ മച്ച ലല്ല അടാ റെഡി 1 2 3 4. അടാ മച്ച 1 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക 1, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക 2, പിന്നെ റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക 3, ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക 4. അപ്പോൾ അതിനിപ്പോൾ ഹാൻഡ്സ് ചെയ്യുന്ന വെച്ചാൽ 1 റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് ഇവിടെ പിടിക്കണം, നാലാമത്തേൽ മാത്രം. ഒക്കെ ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഓക്കെ, ഇത്ര കേട്ടില്ലേ. അപ്പോൾ സോങ്ങിനെ ഉപയോഗിച്ച് വെച്ചാൽ ആടാ മച്ചാ നന്ന. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും ആടാ മച്ചയിൽ സെയിം റിപ്പീറ്റ് ആടാ മച്ച. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ റൈറ്റ് ലെഗിന് എടുത്ത് വന്ന് ഇവിടെ വെച്ചില്ലേ, വെച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലെഗ് കിക്ക് ചെയ്യുക, മുകളിലേക്ക് അത് ഇങ്ങനെ കിക്ക് ചെയ്യുക. അതിങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ റൈറ്റ് ലെഗ് പിടിച്ച് ചെസ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ലെഫ്റ്റ് ലെഗ് ഇങ്ങനെ കിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 2 3 4. ഓക്കെ, സോ ഹാൻഡ്സ് നമ്മൾ ഇത് കിക്ക് ചെയ്യുമ്പോൾ ഹാൻഡ് രണ്ടും ഇങ്ങനെ ഇരിക്കണം. അത് 1 2. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1 2 3 4. കിട്ടിയില്ലേ. സോ ഒരു 1 2 3 4 അടാ മച്ച 2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ ഹാൻഡ്സ് നോക്കാം. ഹാൻഡ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാൻഡൊക്കെ റൈറ്റിലേക്ക് പോകാം, ലെഫ്റ്റിലേക്ക് പോകാം, റൈറ്റിലേക്ക് പോകാം, ലെഫ്റ്റിലേക്ക് പോകാം. ലെഗ് എന്ത് ചെയ്യണം? ഫസ്റ്റ് റൈറ്റിലേക്ക് ജസ്റ്റ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ചെയ്യുക, റൈറ്റ് ലെഫ്റ്റ്. ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഓക്കെ, ഇത്രയും കിട്ടില്ലേ. ഈ സെക്കൻഡ് ഭാഗം ഒന്നുകൂടെ നോക്കാം. ഇവിടെ തുടങ്ങി 1 2 3 4 ആടാ മച്ച 1 2 നന്ന. ഇനി ഒന്നും കൂടി ആടാ മച്ച. ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് 1 2 മൂന്നാമത്തെ ആടാ മച്ചയും 1 2 ആടാ മച്ച. ഇനി നിങ്ങളെന്ന് വെച്ചാൽ ബോഡി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡ് ബോഡി റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. പിന്നെ ലെഫ്റ്റ് ലെഗും ഇങ്ങനെ പോകും, ലെഫ്റ്റ് ഹാൻഡും ഇങ്ങനെ പോകും. ലെഫ്റ്റ് ലെഗും ലെഫ്റ്റ് ഹാൻഡും ഇങ്ങനെ പോകണം. സോ അതിനൊപ്പം ഒരു ചെറിയൊരു ജമ്പ് 1. ഓക്കെ, അപ്പോൾ അതാ മച്ച 1 ഇങ്ങനെ വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ആ കുറച്ച് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും. അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് കഴിഞ്ഞാൽ 1 2 കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് സിമ്പിളാണ്. റൈറ്റ് പൊന്തിക്കുക, പിന്നെ ലെഫ്റ്റ് പൊന്തിക്കുക, പിന്നെ റൈറ്റ് പൊന്തിക്കുക, ലെഫ്റ്റ് പൊന്തിക്കുക, ചെറിയൊരു വേവ് പോലെ. സോ 1 2 3. ലെഗാണ് മെയിൻ. ലെഗ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വയ്ക്കുക 1. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് ബാക്കിലോട്ട് പോകണം. ആ സമയത്ത് റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വരണം. അത് പിന്നെ 1. ഓക്കെ, 1. ഇനി ഈ റൈറ്റ് ലെഗ് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് 3 4. അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4.
കിട്ടിയില്ലേ? ബോർഡ് നമ്മൾ അത്രയും ചെരിക്കരുത്, ഇത്രയും ചെറിയരുത്, ഈ ഒരു ഡയഗണൽ ഷേപ്പിൽ നിന്നിട്ട് കളിക്കാം. സോ 1 2 3 4 അങ്ങനെ ഇരിക്കും. ഇത് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ അതൊക്കെ പഠിച്ചാൽ മതി. ഫസ്റ്റ് തന്നെ റൈറ്റ് ലെഗ് പൊന്തിക്കുക, റൈറ്റ് ലെഗ് ക്ലിക്ക് ചെയ്തെടുക്കുക, ലെഫ്റ്റ് ലെഗ് ബാക്കോട്ടേക്ക് പോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, വീണ്ടും റിപ്പീറ്റ്. ഇത് കുറച്ച് നേരം ഇത് നമ്മൾ റിപ്പീറ്റ് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. 1 2 3 4 5 6. അത് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തിട്ട് പതുക്കെ കയ്യും കൂടി കൊണ്ടുവരാം. 1 2 3 4. ഓക്കെ, അത് ഒരുമിച്ച് ചെയ്യുമ്പോൾ കയ്യും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. 1 2 3 അങ്ങനെ വരും. സോ ഇത് നമ്മൾ ഇത് ആദ്യം തുടങ്ങി ചെയ്യാം. 1 2 3 4. അതാ മച്ചാ അങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അവസാനത്തെ അടം വെച്ചതെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആണ്. ഏറ്റവും അവസാനത്തെ അടം വെച്ച ആടാ മച്ച, അത് ലെഫ്റ്റ് ലെഗ് എടുത്ത് വയ്ക്കുക, അപ്പോൾ 2 ഹാൻഡ്സ് മുകളിലേക്ക് പോവുക. സോ 1 2 2 എങ്ങനെ ആയിരിക്കും? റൈറ്റ് ലെഗ് പൊന്തിക്കുക, റൈറ്റ് ഹാൻഡ് ഇവിടെ, ലെഫ്റ്റ് ഹാൻഡ് ഇതുമ്പോൾ പിടിക്കുക. സോ 2. സോ ആടാ മച്ച. ഓക്കെ, അത് കിട്ടിയില്ലേ? അപ്പോൾ അത് തുടങ്ങി 1 2 3. ഇത് ഈ സെക്ഷൻ്റെ ഇവിടെ തുടങ്ങി 1 2 3 4. സോറി, ഈ സെക്ഷൻ്റെ ഇവിടെ തുടങ്ങി ആടാ മച്ച, ഇവിടെ തുടങ്ങി 1 2 3. ആടാ മച്ച ആടാ മച്ച. കിട്ടിയില്ലേ? ആ മച്ച സിമ്പിളായിട്ട് ഇങ്ങനെ പിടിക്കുക, തിരിയുക, ജസ്റ്റ് ഒരു ജമ്പ് ചെയ്ത് ഇങ്ങനെ വരിക, എന്നിട്ട് 1 2 3 4. ഫസ്റ്റ് കൺസെപ്റ്റ് തന്നെ ക്യാമറ നോക്കിയിട്ട് 1 2 3 4. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും പഠിക്കൽ ഏറ്റവും ടഫായിട്ട് ഈ സാധനമാണ്. ഇത് നമ്മൾ കുറച്ച് ടൈം എടുത്ത് പഠിക്കണം. ഓക്കെ, സോ ആ ഏറ്റവും തുടങ്ങി പതുക്കെ കളിച്ചോ. ഓക്കെ, ആദ്യം കളിച്ചു നോക്കാം. 1 2 3 4. ആടാ മച്ച ആടാ മച്ച ആടാ മച്ച ആടാ മച്ച. ഓക്കെ, ഇത്രയും വീണ്ടും വിചാരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കാണാം, പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ട്യൂട്ടോറിയൽസ് വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.